Hello my dear students. First of all, welcome you all to our YouTube channel Catalysis by Pravishma. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കാണിക്കുന്ന പീരിയോഡിസിറ്റീനെ കുറിച്ചിട്ട്. അതിൽ അറ്റോമിക് റേഡിയസ് നമ്മൾ കണ്ടു, അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന പീരിയോഡിസിറ്റീനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ എഫിനിറ്റി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടതാണ് എലമെൻസിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന്. അതേപോലെ തന്നെ എലമെൻസിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ട്. ആ ടെൻഡൻസിയുടെ മെഷറാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ എഫിനിറ്റി എന്നുള്ള ടേം വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളത് ആദ്യം നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ an isolated gaseous atom accepts an extra electron to form an gaseous anion. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിൻ്റെ ഒരു ടെൻഡൻസിയാണ്. എന്തിനുള്ള ടെൻഡൻസിയാണ്? ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ എക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ഓക്കെ, എന്നിട്ട് ഒരു ന്യൂട്രൽ ആറ്റം അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആറ്റം ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റം എന്തായിട്ട് മാറും? ഒരു ആനിയോൺ ആയിട്ട് മാറും. വിച്ച് മീൻസ് നെഗറ്റീവ് ചാർജുള്ള ഒരു ആറ്റമായിട്ട് മാറും. അതിനെ നമ്മൾ ആനിയോൺ എന്ന് വിളിക്കും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ ഇ ജി എച്ച് എന്നാണ്. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ മോളിലാണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പാരൻ്റ് ആറ്റം, അതിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ നമുക്ക് എങ്ങനെ കാണിക്കാം? എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അത് ഒരു ഇലക്ട്രോണിനെ എക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് വിച്ച് മീൻസ് എക്സ് പ്ലസ് ഒരു ഇലക്ട്രോൺ ഗീവ്സ് എന്താ സംഭവിക്കുക? എക്സ് മൈനസ് അയോണായിട്ട് മാറും. അതും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ എക്സ്ട്രാ ഇലക്ട്രോണിനെ എക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജീനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അത് ആ ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ആ ആറ്റം ഏത് എലമെൻറ്റിൻ്റെ ആണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു റിയാക്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത്. ഈ ഒരു റിയാക്ഷൻ എക്സോതെർമിക് അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആവാം. മോസ്റ്റ് ഓഫ് ദ എലമെൻസിൻ്റെയും ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ്, തേർഡ് എക്സിട്ര ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ആദ്യം നമ്മൾ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ നെഗറ്റീവ് വരും എന്നുള്ളത്. അതായത് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതൊക്കെ ഒരു ആനിയോണിലേക്കാണ്, വിച്ച് മീൻസ് നെഗറ്റീവ് ചാർജുള്ള ഒരു അയോണിലേക്കാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് മാറും. ഓക്കെ, അതായത് എന്താണ്? അവിടെ റിപ്പൽഷൻ കൂടി വരും. നമ്മൾ നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോണിനെയാണ് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത്, അല്ലേ? ആനിയോൺ ആണ്. അപ്പോൾ നെഗറ്റീവ് റിപ്പൽഷൻ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ എനർജി അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡും തേർഡും ഒക്കെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസിൻ്റെ വാല്യൂസ് പോസിറ്റീവ് വരുന്നത്. കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, എക്സ്ട്രാ എനർജി വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നുള്ളത് കണ്ടു. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, അറ്റോമിക് സൈസ് തന്നെ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ്. ഓക്കെ, ദെൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ ഒരു ടേബിൾ നോക്കുക, ഇതിൽ എലമെൻസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും?
പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് മാറ്റാണ് സംഭവിക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ എലോങ് എ പീരീഡ് ആണ്. എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മോർ ആൻഡ് മോർ നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് എലോങ് എ പീരീഡിൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് തമ്മിൽ സ്ട്രോങ് ബോണ്ടോട് കൂടിയിട്ടാണ്, സ്ട്രോങ്ലി ബൗണ്ടഡ് ആയിരിക്കും അല്ലേ ന്യൂക്ലിയസ്. അപ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മോർ എനർജി അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മോർ നെഗറ്റീവായിട്ട് മാറിയത് എലോങ് എ പീരീഡ്. ഓക്കെ, ഇനി എലോങ് എ ഗ്രൂപ്പിലോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ടോപ്പ് ടു ബോട്ടം ആണ് ഗ്രൂപ്പ് വരുന്നത്. ഗ്രൂപ്പിലായിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. റീസൺ എന്താണ്? സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇലക്ട്രോൺസിനെ വാലൻസ് ഷെല്ലിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം അതുകൊണ്ടാണ് എലോങ് എ ഗ്രൂപ്പിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ ലെസ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മോസ്റ്റ് നെഗറ്റീവായിട്ട് കാണാൻ പറ്റുന്നത്? യെസ്, അത് ഹാലജൻസിൻ്റെ കേസിലാണ് അല്ലേ? എന്താണ് ഹാലജൻസിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മോസ്റ്റ് നെഗറ്റീവ് ആവാനുള്ള കാരണം? നമുക്കറിയാം ഹാലജൻസിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് വരുന്നത് അല്ലേ? ഒരു ഇലക്ട്രോണും കൂടി ആയിക്കഴിഞ്ഞാൽ അവ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടുതലാവും അല്ലേ? അപ്പോൾ ഹാലജൻസിലേക്ക് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഹാലജൻസ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അതുകൊണ്ടാണ് ഹാലജൻസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മോർ നെഗറ്റീവ് ആവാനുള്ള റീസൺ. ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. റീസൺ എന്താണ്? റീസൺ ഫ്ലൂറിൻ്റെ സ്മോളർ സൈസാണ് റീസൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫ്ലൂറിൻ്റെ സ്മോളർ സൈസ് കാരണം അവയ്ക്ക് എക്സ്ട്രാ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ലെസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് എലോങ് എ പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ മോർ നെഗറ്റീവ് ആയിട്ടാണ് മാറുന്നത്. അതായത് അറ്റോമിക് നമ്പർ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്, സൈസ് ഓഫ് എൻ ആറ്റം ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എനർജി കൊടുക്കണം ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ആ ഒരു ബാലൻസ് ഷെല്ലിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി എന്താണ് നോബിൾ ഗ്യാസസിൻ്റെ കേസിൽ? നോബിൾ ഗ്യാസസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് വാല്യൂസ് ആണ്. എന്താണ് റീസൺ? അതായത് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ? ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അവ ഹൈ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവയ്ക്ക് എക്സ്ട്രാ ഇലക്ട്രോണിനെ വാങ്ങാനൊന്നും ടെൻഡൻസി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവയുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, എലോങ് എ ഗ്രൂപ്പും പീരീഡും എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാരി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റൊരു പീരിയോഡിക് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ H2 മോളിക്യൂള് എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലാണ് ബോണ്ടോട് കൂടിയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരിക? 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ ഈ ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺസും ഈക്വലി ഷെയർഡ് ആണെന്ന് പറയാം. കാരണം 2 ഭാഗത്തും സെയിം ആറ്റാണ്, ഹൈഡ്രജൻ ആറ്റാണ്. പക്ഷേ 2 ആറ്റംസും ഡിഫറെൻ്റ് ആവുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത്? മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഏതാണോ അതിൻ്റെ അടുത്തേക്ക് ആ ഇലക്ട്രോണ് മൂവ് ചെയ്യും. അതായത് ആ ആറ്റം മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കും.
ഓക്കെ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെൻഡൻസി ഓഫ് എൻ ആറ്റം ടു അട്രാക്റ്റ് ദ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവാർഡ്സ് ഇറ്റ് സെൽഫ്. എന്താണ്? ഒരു ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ ആ ഒരു ആറ്റത്തിൻ്റെ അടുത്തേക്ക് വലിക്കാനായിട്ടുള്ള ആ ആറ്റത്തിൻ്റെ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അറ്റോമിക് റേഡിയസും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും തന്നെയാണ്. ഓക്കെ, ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റീനെ കുറിച്ചിട്ട് സ്റ്റഡീസ് നടത്തിയിട്ട് എലമെൻസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഒരു സ്കെയില് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്മോളർ അറ്റോമിക് റേഡിയസും ഗ്രേറ്റർ ആയിട്ടുള്ള ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ആവുമ്പോഴാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ ഗ്രേറ്റർ ആവുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു അറ്റോമിക് റേഡിയസും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജുമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് അല്ലേ. ഇനി ഈ ടേബിളിൽ തന്നിരിക്കുന്നത് എലമെൻസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂസാണ്. ഇത് ലിനസ് പോളിംഗ് ഡെവലപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ടേബിൾ നോക്കിയിട്ട് പറഞ്ഞേ, ഏത് എലമെൻ്റാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്? ഫ്ലൂറിൻ ആണ് അല്ലേ. ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എത്രയാണ് വരുന്നത്? അപ്രോക്സിമേറ്റ്ലി 4 ആണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ വരുന്നത്. ഇനി ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ ഹൈ ആണ്, അല്ലെങ്കിൽ ആ എലമെൻറ്റ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബോണ്ടിലത്തെ ഇലക്ട്രോൺസിനെ ആ ആറ്റം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് വലിക്കും. അതാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി എലോങ് എ ഗ്രൂപ്പിലും എലോങ് എ പീരീഡിലും എങ്ങനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാരി ചെയ്യുന്നത്? എലോങ് എ പീരീഡ് ആയിരിക്കുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ദെൻ എലോങ് എ ഗ്രൂപ്പ് ആയിരിക്കുന്ന സമയത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, വിച്ച് മീൻസ് അറ്റോമിക് റേഡിയസ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുകയാണ്. ക്ലിയർ ആയല്ലോ? പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്? ഹാലജൻസ് ഫാമിലിയാണ് അല്ലേ. ഹാലജൻസിൻ്റെ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത്. ഇനി ഏത് എലമെൻറ്റിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിനാണ് അല്ലേ. ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. ദെൻ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ എന്താണ് വരുന്നത്? ആൽക്കലി മെറ്റൽസിനാണ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനാണ്, ഫസ്റ്റ് ഗ്രൂപ്പിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, അതായത് അവ മെറ്റൽസ് ആണ് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആൽക്കലി മെറ്റൽസ് ആണ്. മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എൻ എലമെൻറ്റ് ടു ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ. ഓക്കെ, ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനായിട്ടുള്ള ആ എലമെൻറ്റിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. അവയ്ക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ് ഹൈ ആയിട്ട് വരുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അതായത് മെറ്റൽസിൻ്റെ കേസിൽ എന്തായിരിക്കും? ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയാണ് അവയ്ക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മെറ്റൽസിനെ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായതും ഇലക്ട്രോ പോസിറ്റിവിറ്റി ഹൈ ആവാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റീനെ കുറിച്ചിട്ടും ഇലക്ട്രോ പോസിറ്റിവിറ്റീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന പീരിയോഡിസിറ്റി ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ അറ്റോമിക് റേഡിയസ് കണ്ടു, അയണൈസേഷൻ എനർജി കണ്ടു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കണ്ടു, ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടു, ഇലക്ട്രോ പോസിറ്റിവിറ്റീനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തു. ഇത്രയുമാണ് നമുക്ക് എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള പീരിയോഡിസിറ്റീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി
കെമിക്കൽ പ്രോപ്പർട്ടീസിലും പീരിയോഡിസിറ്റി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.